ഹലോ ആൾ, ഇന്നലെ ഞാനൊരു ബർഗർ ബൺ ഉണ്ടാക്കിയേ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഒരു കപ്പ് ഇളം ചൂടുള്ള പാലിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഈസ്റ്റും 1 ടേബിൾ സ്പൂൺ ഹണി അല്ലെങ്കിൽ ഷുഗർ, പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടറും പിന്നെ ഒരു റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് ബീറ്റ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊരു ഫോക്കോ അല്ലെങ്കിൽ വിസ്കോ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതൊന്ന് മിക്സ് ആയതിന് ശേഷം ഒരു 15 മിനിറ്റ് അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കുക. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. പൊന്തി വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈസ്റ്റ് നന്നായിട്ടില്ല എന്നാണ് അതിനർത്ഥം. പൊന്തി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കത് വെച്ചിട്ട് ബൺ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അത് ഞാൻ വലിയൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ അരിച്ചു വെച്ചിരിക്കുന്ന 1.5 കപ്പ് ഗോതമ്പ് പൊടി കുറച്ചായിട്ട് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ടയൊന്നും പിടിക്കാൻ പാടില്ലേ. നല്ല ഒരു സ്മൂത്ത് മിക്സ്ചറായിട്ട് വേണം അതാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ വെള്ളവും ചേർത്ത് കൊടുക്കാം കേട്ടോ. റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണെങ്കിൽ ഒരുപാട് തണുത്ത വെള്ളമാവരുത്. അങ്ങനെ നന്നായിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഗ്രീസ് ചെയ്ത് അതേ പാത്രം തന്നെ ഒന്ന് അടിയിൽ കുറച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ച് ഇതൊരു ബോൾ പോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ബോൾ പോലെ ആക്കിയെടുത്തിട്ട് നമ്മൾ ആ ഒരു ബൗളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ബൗളൊന്നും വേണ്ട, ഈ സെയിം ബൗളിൽ തന്നെ വെച്ച് കൊടുത്താൽ മതിയേ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു നനഞ്ഞ കോട്ടൻ്റെ തുണി വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്ലിങ് ഫിലിം ആയാലും മതി, അതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിടണം. 1.5 മണിക്കൂർ കഴിഞ്ഞ് നമ്മളത് തുറന്ന് നോക്കുമ്പോൾ നല്ല പൊന്തി നല്ല ബോളായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ഡോ ആയിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. അതൊന്നുകൂടി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ വേറൊരു പാൻ, നമ്മൾ ബണ്ണ് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാന് ഒന്ന് ബട്ടർ വെച്ചിട്ടാണ് ഞാൻ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ലെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ട് ഈ ഡോ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈക്വൽ സൈസുള്ള ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കണം കേട്ടോ. അങ്ങനെ ഈക്വൽ സൈസുള്ള ബോൾസ് ആയിട്ട് എടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ വേണമെങ്കിൽ കുറച്ച് ബട്ടർ ആക്കിയിട്ട് നന്നായിട്ട് ഉരുട്ടി നല്ലൊരു ഭംഗിയുള്ളൊരു ബോളാക്കിയിട്ട് മാറ്റിയെടുക്കണം കേട്ടോ. അതിന് നമ്മൾ ക്രാക്സ് ഒന്നും വരാൻ പാടില്ല, എന്നാലേ ബേക്കായി വരുമ്പോൾ ഭംഗി ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ 6 ബോൾസ് ആക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു 2 hours നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ നമ്മളത് ഡബിൾ ദ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഈ ബോൾസൊക്കെ. അങ്ങനെ അതിൻ്റെ മുകളിൽ ഞാൻ ഈ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വാട്ടർ ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ഈ പ്രീ ഹീറ്റ് ആയിട്ടുള്ള ഈ ഓവനിലേക്ക് 180 ഡിഗ്രീസിൽ ഒരു 20 to 25 മിനിറ്റ്സ് നമുക്ക് ഈ ബണ്ണ് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ചില അവൻ്റെ ചൂടനുസരിച്ചിട്ട് 20 മിനിറ്റ്സ് 25 മിനിറ്റ്സ് ഒക്കെ അത് ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവാം കേട്ടോ. അങ്ങനെ ഈ ബണ്ണ് ബേക്കായിട്ട് വന്നാൽ ഞാൻ ഇന്നൊരു വെജിറ്റബിൾ ബർഗർ ഉണ്ടാക്കാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇവിടെ പാറ്റിയൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ബണ്ണ് ബേക്കായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ എന്താണെന്നറിയില്ല, അതിൻ്റെ മുകളൊന്നും കാണാൻ അത്ര ഭംഗിയില്ല. പക്ഷെ നല്ല സൈസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. കാണാനൊരു ബണ്ണ് പോലെയൊക്കെ ഉണ്ട്. പിന്നെ അത് വീറ്റ് ബണ്ണ് ആയതുകൊണ്ട് അതിൻ്റെ കളർ ഈ ഒരു ലൈറ്റ് ബ്രൗൺ ആയിരിക്കുന്നത്. മൈദ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി വൈറ്റ് ആയിരിക്കും. അങ്ങനെ ഞാനിത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് എൻ്റെ ബർഗറിൽ യൂസ് ചെയ്യാനുള്ള സോസാണ്. പിന്നെ ഞാനൊരു ടൊമാറ്റോയും ഒരു ഉള്ളിയും കൂടെ തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ ഓയിലിൽ പാറ്റി എൻ്റെ കയ്യിൽ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. പാറ്റി ഞാൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ബണ്ണിൻ്റെ ഉള്ളിൽ കുറച്ച് ബട്ടർ ഒന്ന് പുരട്ടിയതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പാറ്റി നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല കുക്കായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഹാഫായിട്ട് ടോസ്റ്റ് ചെയ്തെടുത്ത ബണ്ണിലേക്ക് ചീസും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും ഉള്ളിയും എല്ലാം കൂടെ ഒന്ന് അസംബിൾ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഞാനൊരു ഹണി മസ്റ്റർഡ് സോസും കൂടി മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ വെച്ച ചീസ് ഒന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് അവനിൽ വെച്ചിട്ട് ഒരു 1.5 മിനിറ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ നമ്മുടെ ചീസൊക്കെ നല്ല രസത്തിൽ മെൽറ്റായിട്ട് വരും കേട്ടോ. എന്നാൽ നമ്മൾ ബർഗർ നല്ല രസമായിരിക്കും കഴിക്കാൻ. ബണ്ണ് ഞാൻ വിചാരിച്ച പോലെ വന്നു, പക്ഷേ കളറിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു. മേ ബി അത് വീറ്റ് ഫ്ലോർ യൂസ് ചെയ്തുകൊണ്ടായിരിക്കും. മൈദ യൂസ് ചെയ്താൽ ചിലപ്പോൾ അത് വൈറ്റ് കളറിൽ തന്നെ വന്നിട്ടുണ്ടാവണം. അങ്ങനെ 1.5 മിനിറ്റ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തു. 1.5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചീസൊക്കെ മെൽറ്റായി ബർഗർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കാണാനൊരു ലുക്കില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഹസ്ബൻഡും കൂടി ഡിന്നറിന് ഇന്ന് ബർഗറാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.